കഴിഞ്ഞ 12 കൊല്ലമായി അങ്ങ് ഡൽഹിയിൽ പഴവും വിഴുങ്ങിയിരുന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന് ആർപ്പ് വിളിക്കുകയാണ്, ഞങ്ങളുടെ പപ്പുകടൻ സമരം ചെയ്യിപ്പിച്ച് കേന്ദ്രമന്ത്രിയെ രാജിവെപ്പിച്ചു എന്ന്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ചൊല്ലിയും തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളെ ചൊല്ലിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. വാർത്ത വന്നതോടെ വലിയ തോതിലുള്ള അവകാശവാദങ്ങളുമായി കുറച്ചുപേർ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വിദേശ ഫണ്ടും വാങ്ങി രാജ്യത്തെ നിരപരാധികളായ കുട്ടികളെ മുമ്പിൽ നിർത്തി സമരം ചെയ്യിപ്പിച്ചവർ ഒരു വശത്ത്, ഇപ്പുറത്താകട്ടെ ഇത്രയും നാൾ ഒരു വിഷയത്തിൽ ഇടപെടാതെ പഴവും വിഴുങ്ങിയിരുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ അനുയായികളും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാങ്ങിച്ചത് ഞങ്ങളുടെ പപ്പു അണ്ണനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ചിലരുടെ ആർപ്പ് വിളികൾ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇവിടെയുള്ള SFI DYFI പോലെയുള്ള ഇടതുപക്ഷ സംഘടനകൾക്കോ ഇതിലെന്താണ് കാര്യം? ലേശമെങ്കിലും ഉളപ്പ് വേണ്ടേ ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി? ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കോമിക്കാണ് ഓർമ്മ വരുന്നത്. മൂർക്കം പാമ്പ് കടിച്ചിട്ട് ഒരാൾ ആശുപത്രിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വഴിയരികിലെ ഒരു മരത്തിലിരുന്ന പച്ചിലപ്പാമ്പ് ബാക്കിയുള്ള ജീവികളോട് പറയുകയാണ്, നോക്കടാ, ഞങ്ങളുടെ പിള്ളേരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. ഇവിടെ സംഭവിച്ചതും ഇത് തന്നെയാണ്. കുട്ടികൾ അവരുടെ ഭാവിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്തു. കേന്ദ്ര സർക്കാർ ആ വിഷയത്തിലെ തങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ നടപടികൾ സ്വീകരിച്ചു. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ വന്നപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി രാജിവെച്ചു. ഉടനെ വന്നു വഴിയിൽ കിടന്ന അങ്ങും ഇങ്ങും കിടന്ന ആൾക്കാരൊക്കെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ. ഞങ്ങൾ ജയിച്ചേ, ഞങ്ങളുടെ സമരം കാരണം മന്ത്രി രാജിവെച്ചേ എന്നും പറഞ്ഞ് നാട് നീളെ പൊങ്ങച്ചം പറഞ്ഞു നടക്കുകയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. നമുക്ക് ഈ വിഷയത്തിന്റെ വസ്തുതകളിലേക്ക് വരാം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഒന്നാമതായി, ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തിയത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA തന്നെയാണ്. അത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവോ വിദേശ ഏജൻസികളോ കണ്ടെത്തി കൊടുത്തതൊന്നും അല്ല. ജാർഖണ്ഡിൽ വെച്ചാണ് ചോദ്യപേപ്പർ ചോർന്നത്. ജാർഖണ്ഡിലെ സുരക്ഷാ വീഴ്ചയുടെ ഒന്നാമത്തെ ഉത്തരവാദി അവിടുത്തെ പോലീസും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനുമാണ്. കേന്ദ്രത്തിൽ നിന്നും സുരക്ഷിതമായി ചോദ്യപേപ്പറുകൾ അവിടെ വരെ എത്തിച്ചു നൽകി. അവിടെ നിന്ന് അങ്ങോട്ട് പോലീസിന്റെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും ചുമതലയായിരുന്നു. അത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാവായ ഹേമന്ത് സോറന്റെ പരാജയമാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പൊക്കെ അവിടുത്തെ വീഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് വരുന്നത്. ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിയായിട്ടുള്ള സോറനുള്ളത്ര ഉത്തരവാദിത്തം എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിക്കില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും ധാർമ്മിക ഉത്തരവാദിത്തം എന്നത് ഒരിക്കലും നിയമപരമായി നിർബന്ധമായിട്ടുള്ള ഒന്നല്ല. അത് ചെയ്യാൻ യാതൊരു നിർബന്ധവും ധർമ്മേന്ദ്ര പ്രധാന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നില്ല താനും. എന്നിട്ടും ഉദ്യോഗസ്ഥർ വരുത്തിവെച്ച പിഴവിന് അല്ലെങ്കിൽ സിസ്റ്റത്തിലെ ചില തകരാറുകൾക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പൊതുസമൂഹത്തോടും വിദ്യാർത്ഥികളോടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി ക്ഷമ ചോദിച്ചു. എക്സാം നടത്തി കുറ്റക്കാരായ 16 പേരെ തുടക്കത്തിൽ തന്നെ CBI അറസ്റ്റ് ചെയ്തു. പരീക്ഷാ ബോർഡിലെ 27ഓളം ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ പുറത്താക്കി. കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ നാടിന്റെ നിർഭാഗ്യം എന്തെന്നാൽ അശ്വത്ഥാമ ഹത എന്ന മാത്രം കേട്ട ദ്രോണരുടെ അവസ്ഥയാണ്. ഇന്നത്തെ ജെൻസി യുവതലമുറ ഈ റീൽസുകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. ചോദ്യപേപ്പർ ചോർന്നു എന്ന ഹാഷ്ടാഗിന്റെ ഒരൊറ്റ കാരണം മാത്രമാണ് അവർ പ്രക്ഷോഭത്തിലേക്ക് എടുത്തു ചാടിയത്. അതിനുശേഷം സർക്കാർ എടുത്ത മാതൃകാപരമായിട്ടുള്ള നടപടികളോ അന്വേഷണ പുരോഗതിയോ ഒന്നും അവരിലേക്ക് എത്തിക്കാൻ വലതുപക്ഷത്തിനോ കേന്ദ്ര സർക്കാരിനോ കഴിഞ്ഞില്ല എന്നത് പല്ലിളിക്കുന്ന ഒരു സത്യമാണ്. ഇവിടെയാണ് ഏറ്റവും രഹസ്യവും ഭയാനകവുമായ രണ്ടാമത്തെ കാര്യം വരുന്നത്. CJP പാർട്ടി കഴിഞ്ഞ 35 ദിവസമായി ജന്തർ മന്ദറിൽ തുടരുന്ന പ്രക്ഷോഭത്തെ കേന്ദ്ര സർക്കാർ ഭയന്നിട്ടൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് കേന്ദ്രമന്ത്രിയുടെ രാജി കേന്ദ്രം ആവശ്യപ്പെട്ടത്? അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? അതിന് പിന്നിൽ വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അടുത്തിടെ RSS കേന്ദ്ര സർക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇന്റലിജൻസ് ഏജൻസികൾ നൽകിയ മുന്നറിയിപ്പിലും ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും ന്യായമായ സമരഭൂമിയിലേക്ക് രാജ്യവിരുദ്ധ ശക്തികളും ക്രിമിനലുകളും നുഴഞ്ഞു കയറുന്നു എന്ന് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയതിന്റെ പ്രകാരമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. സംഭവ സ്ഥലത്ത് ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റം FRS ഉപയോഗിച്ച് ഡൽഹി പോലീസും സുരക്ഷാ ഏജൻസികളും പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ഡാറ്റയാണ് പുറത്തു വന്നത്. സമരപ്പന്തലിലും പരിസരത്തുമായി 2500ഓളം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കടന്നുകൂടിയതായി കണ്ടെത്തി. യോജിപ്പുള്ള ഒരു ജനകീയ സമരത്തെ കലാപമാക്കി മാറ്റാൻ, ഡൽഹി കലാപമൊക്കെ ഓർമ്മയുണ്ടല്ലോ, അങ്ങനെ രാജ്യതലസ്ഥാനത്ത് വീണ്ടും ചോരപ്പൊടി ഒഴുക്കാൻ, ക്രമസമാധാന നില തകരാറിലാക്കാൻ ചില വിദേശ ഫണ്ട് വാങ്ങുന്ന ശക്തികളും രാജ്യവിരുദ്ധരും തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. പൗരത്വ ഭേദഗതി നിയമ സമരത്തിലും കർഷക സമരത്തിലും നമ്മൾ കണ്ടത് എന്താണ്?
NGOകളുടെയും FRC ആക്ടിവിസ്റ്റുകളുടെയും പേരിൽ രാജ്യദ്രോഹികൾ ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. അന്ന് ഡൽഹിയിലുണ്ടായ ചോരക്കളി ഓർമ്മയുണ്ടല്ലോ. അത് ആവർത്തിക്കാൻ അവർ നീറ്റ് വിഷയത്തെയും കരുവാക്കാൻ പോവുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ വിദ്യാർത്ഥികളെയല്ല അവർ ലക്ഷ്യം വെച്ചത്. ഇതിന്റെ അനന്തരഫലമായി അവരൊരു കലാപം തന്നെയാണ് മുന്നിൽ കണ്ടത്. അപ്പോൾ ഇത് മുടയിലേ നുള്ളാൻ വേണ്ടി മാത്രമാണ് സമരം ക്രമസമാധാന പ്രശ്നമായി മാറി നമ്മുടെ കുട്ടികളുടെ ചോര വീഴുന്നതിന് മുമ്പ് പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചത്. ശത്രുക്കളുടെ പ്ലാൻ തകർക്കാൻ സർക്കാർ എടുത്ത വളരെ ബോൾഡായ ഒരു ഡിപ്ലോമാറ്റിക് നീക്കമായിരുന്നു അത്. പക്ഷേ ഈ മാസ്റ്റർ പ്ലാനിന്റെ ക്രെഡിറ്റ് ഇപ്പോൾ ആരാ കൊണ്ടുപോകുന്നത്? പൗരത്വ സമരത്തിലും കാർഷിക സമരത്തിലും സംഭവിച്ചത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ന്യായം തങ്ങളുടെ പക്ഷത്തായിട്ടും കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആശയക്കുഴപ്പത്തിലായവർക്ക് വിവരങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് മെഷീനറി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഇല്ലാതെ പോയി. അത് കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതിനും അവർ ഒരു പരിഹാരം കണ്ടേ തീരും. അതേസമയം രാജ്യവിരുദ്ധരുടെ പ്രൊപ്പഗൻഡ മെഷീനറി എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ ആക്ടിവിസ്റ്റുകളും വിഘടനവാദികളും ചേർന്ന് ഫലപ്രദമായി പൊതുജനാഭിപ്രായം നിയന്ത്രിക്കുന്ന നരേറ്റീവുകൾ സൃഷ്ടിച്ചു. ചില സിനിമാ താരങ്ങൾ പോലും പണം വാങ്ങി പ്രൊപ്പഗൻഡ പ്രചരിപ്പിക്കാൻ ഓഫറുകൾ ലഭിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും നമ്മുടെ കുട്ടികൾക്ക് അതൊന്നും വിശദീകരിച്ചു കൊടുക്കാൻ ഭരണപക്ഷത്തിനോ BJPക്കോ കഴിഞ്ഞിട്ടില്ല. ഇപ്പുറത്ത് എല്ലാ തവണത്തെ പോലെയും ഓൺലൈൻ സംഖ്യകൾ എന്ന് പരിഹസിച്ച് വിളിക്കുന്ന കുറച്ച് സോഷ്യൽ മീഡിയ പ്രവർത്തകർ മാത്രമാണ് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആകെ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഫലം എന്താണ്? ചക്ക വീണു മുയൽ ചത്തു എന്നതുപോലെ വഴിയിൽ കിടന്ന ഈ ചിലർ രാജ്യത്തെ യുവതലമുറയുടെ മുന്നിൽ കർമ്മശേഷി തെളിയിച്ച ഹീറോകളായി അവതരിക്കപ്പെടുകയാണ്. നേരം കെട്ട നേരത്തെ ഈ രാജിയുടെ ക്രെഡിറ്റ് ചെന്ന് ചേരുന്നത് രാഷ്ട്രവിരുദ്ധർ നിയന്ത്രിക്കുന്ന അക്കൗണ്ടുകളിലേക്കാണ്. ഇവിടെ രാജ്യസ്നേഹികളുടെ പ്രതീക്ഷയും വിശ്വാസവുമാണ് തകർന്നു പോകുന്നത്. ഞങ്ങൾ കളത്തിലിറങ്ങിയാൽ സർക്കാരിനെ കൊണ്ട് എന്തും ചെയ്യിക്കാം, വേണമെങ്കിൽ മോദിയെയും രാജിവെപ്പിക്കാം, മന്ത്രിമാരെ രാജിവെപ്പിക്കാം എന്ന് യുവതലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ശക്തികൾക്ക് തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ തീരൂ. നാളെ വല്ല രാജ്യവിരുദ്ധ കാര്യങ്ങൾക്കും ഇന്ത്യ വിരുദ്ധ അജണ്ടകൾക്കും വേണ്ടി ഇതേ കുട്ടികൾ അണിനിരത്തി വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കാനുള്ള കൺട്രോൾ ഈ രാജ്യവിരുദ്ധ ശക്തികൾ നേടിക്കഴിഞ്ഞു. ദുരുപയോഗം ചെയ്യാൻ തക്കവണ്ണം ശക്തമായ മാനസിക സ്വാധീനം ജനറേഷൻ സെഡിൽ അഥവാ ജെൻസി തലമുറയിൽ വളർത്തിയെടുക്കാൻ പ്രൊപ്പഗൻഡ പാർട്ടികൾക്ക് കഴിഞ്ഞു എന്നത് വളരെ ഭയാനകമായ ഒരു നാളെയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല. കഴിഞ്ഞ 12 കൊല്ലം ഒരു സമരത്തിലും കൃത്യമായി നയിക്കാൻ കഴിവില്ലാതെ, എന്തിന് പാർട്ടിയെ പോലും നയിക്കാൻ കഴിവില്ലാതെ, ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാതെ കിടന്ന കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വഴിപോക്കരായ വിഘടനവാദികളും ഇന്ന് ഈ വിഷയത്തിൽ വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നഷ്ടപ്പെട്ടത് നമ്മുടെ സിസ്റ്റത്തിന്റെ സുതാര്യതയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ കാണിക്കാത്തൊരു മാതൃക കാട്ടിയിരിക്കുന്നു. തെറ്റുപറ്റി എന്ന് മനസ്സിലായപ്പോൾ മാപ്പ് ചോദിച്ചു, കുറ്റക്കാരെ ജയിലിലടച്ചു, സിസ്റ്റം അഴിച്ചു പണിതു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെച്ചു. അല്ലാതെ അടിയന്തരാവസ്ഥയൊന്നും ഇവിടെ വിളിച്ചില്ല. മുമ്പ് UPA ഭരണകാലത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ചോദ്യാവലി ചോർന്നപ്പോ ഏതെങ്കിലും മന്ത്രി രാജിവെച്ച ചരിത്രമുണ്ടോ? ഇല്ല. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത് ഒരു തോൽവിയായിട്ടല്ല കാണേണ്ടത്, മറിച്ച് ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ സർക്കാരിന്റെ വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ സമരഭൂമിയിൽ നുഴഞ്ഞു കയറിയ 2500ഓളം ക്രിമിനലുകളെ തിരിച്ചറിഞ്ഞ് ആ കലാപശ്രമത്തെ തകർത്തത് കൊണ്ട് രാജിവെപ്പിച്ച കേന്ദ്ര നടപടിയെ തങ്ങളുടെ വിജയമാണെന്ന് പറഞ്ഞു വരുന്ന രാഹുൽ ഗാന്ധിയോടും കൂട്ടരോടും ഒന്നേ പറയാനുള്ളൂ: ഈ നാടകം കണ്ടു നിൽക്കാൻ ജനങ്ങൾ ആരും അത്ര കഴുതയല്ല, പൊതുജനം കഴുതയല്ല എന്ന്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.